മധ്യപ്രദേശിലെ ധാർ ജില്ലയിൽ ഭോജ് ശാല ക്ഷേത്രം ഉണ്ട്. ആ ക്ഷേത്രത്തിൽ വാഗ്ദേവത പ്രതിഷ്ഠ, സരസ്വതിയുടെ പ്രതിഷ്ഠയാണെന്നാണ് ഹിന്ദുക്കൾ കരുതുന്നത്. എന്നാൽ മുസ്ലിങ്ങൾ ഇത് അങ്ങനെയല്ല, ഇത് ക്ഷേത്രമല്ല, കമൽ മൗല പള്ളി ആണ് എന്ന് അവകാശപ്പെടുന്നു. പക്ഷേ ആ ക്ഷേത്രത്തിൻ്റെ അകം ഇപ്പോൾ പള്ളിയായിട്ട് പുറത്തുനിന്ന് കാണുമ്പോൾ തോന്നുന്ന ആ മന്ദിരത്തിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ക്ഷേത്രത്തൂണുകളുടെ വലിയ വിപുലമായ ഒരു സമുച്ചയമായിട്ടാണ് കാണാൻ കഴിയുക. കാരണം അതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് ലഭ്യമാണ്. ഇത് ഒരു 11-ാം നൂറ്റാണ്ടിൽ ഒക്കെ പണിതിട്ടുള്ള ഒരു ക്ഷേത്രമായിട്ടാണ് കരുതപ്പെടുന്നത്. അതിനുശേഷം അലാവുദ്ദീൻ ഖിൽജിയുടെ കാലത്ത് 13-ാം നൂറ്റാണ്ടിലൊക്കെ ഇത് തകർത്തതായിട്ടും കരുതപ്പെടുന്നുണ്ട്. ഈ വാഗ്ദേവി ക്ഷേത്രം, ഭോജ്ശാല ക്ഷേത്രം അങ്ങനെ തകർത്തു എന്നാണ് കരുതുന്നത്. ഇതിൻ്റെ ഇപ്പോൾ ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത് ഈ മന്ദിരത്തിൻ്റെ, ഈ തർക്ക മന്ദിരത്തിൻ്റെ സർവേ നടത്താൻ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെ സർവേ നടന്ന ഒരു സ്ഥലമാണ് അയോധ്യ എന്ന് നമുക്കറിയാം. ജ്ഞാൻവാപി മധുരയിലെ കാശിയിലെ ജ്ഞാൻവാപി ക്ഷേത്രം സർവേ നടന്ന് കഴിഞ്ഞതാണ്. അതിൻ്റെ ബാക്കി പ്രക്രിയകൾ ഇനി നടക്കേണ്ടതുണ്ട്. അതിന് തൊട്ട് പിന്നാലെയാണ് വേറൊരു തർക്ക മന്ദിരത്തിലും കൂടി സർവേ വരുന്നത്. അപ്പോൾ ASI ഡയറക്ടർ അല്ലെങ്കിൽ ഒരു അഡീഷണൽ ഡയറക്ടറുടെ നേതൃത്വത്തിലായിരിക്കണം ഈ സർവേ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സർവേക്ക് ആധുനിക റഡാറുകളും മറ്റും ഉപയോഗിക്കണം എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. ഇത് ഇപ്പോൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സംരക്ഷിത സ്മാരകമാണ്. അങ്ങനെ ഒരു സ്മാരകമായതുകൊണ്ട് 1991 ആരാധനാലയ സംരക്ഷണ നിയമം ഇതിന് ബാധകമല്ല എന്ന് ഹൈക്കോടതി കണ്ടെത്തിയിട്ടുണ്ട്. എപ്പോഴും ഇങ്ങനെ തർക്കം വരുന്ന സ്ഥലത്തൊക്കെ മുസ്ലിം വിഭാഗം പറയുന്നത് ഈ 1991 നിയമമാണ്. അത് ജ്ഞാൻവാപിയുടെ കാര്യത്തിലും പറഞ്ഞിരുന്നു. അത് അതിൽ നിലനിൽക്കില്ല. അത് 1991 നിയമം ബാധകമല്ല. ഏതെങ്കിലും ഒരു പള്ളിയുടെ അടിയിൽ ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങളുണ്ട് എന്നുള്ള തോന്നലുണ്ടെങ്കിൽ കേസിന് പോകാം എന്നാണ് അതിൽ അലഹാബാദ് കോടതി വിധി ഉണ്ടായത്. അപ്പോൾ ഇതിൽ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പ്രശ്നം അവിടെ പലപ്പോഴും സംഘർഷത്തിനൊക്കെ ഇടയാക്കിയിട്ടുണ്ട്. മന്ദിരത്തിനകത്ത് 2 കൊല്ലം മുമ്പ് ഒരു സരസ്വതി വിഗ്രഹം പ്രത്യക്ഷപ്പെട്ടു. അതേ തുടർന്നായിരുന്നു ഈ സംഘർഷം. അങ്ങനെ സംഘർഷം വന്നു കഴിഞ്ഞിട്ട് ഇത് പിന്നീട് ക്രമസമാധാന പ്രശ്നമൊക്കെ ആയതുകൊണ്ട് പോലീസിൻ്റെ സംരക്ഷണത്തിലാണ്. ഈ ക്ഷേത്രത്തിലിപ്പോൾ അല്ലെങ്കിൽ ഈ തർക്ക മന്ദിരത്തിൽ ചൊവ്വാഴ്ചകളിലും വസന്ത പഞ്ചമി നാളിലും ഹിന്ദുക്കൾക്ക് ആരാധന നടത്താം. എല്ലാ വെള്ളിയാഴ്ചയും മുസ്ലിങ്ങൾക്ക് ആരാധന നടത്താം. ഇങ്ങനെയാണ് കാര്യങ്ങൾ നടന്നു പോകുന്നത്. ഇവിടെ 1903 ഒരു റിപ്പോർട്ട് ബ്രിട്ടീഷ് സർക്കാർ പ്രസിദ്ധീകരിച്ചപ്പോഴാണ് അതിൻ്റെ അകത്ത് ഈ ഭോജ്ശാല എന്നുള്ള പ്രയോഗം വന്നത്. അത് അത്ര കൃത്യതയൊന്നുമുള്ള പ്രയോഗമായിരുന്നില്ല. ധർ നാട്ടുരാജ്യത്തിൽ അതൊരു നാട്ടുരാജ്യമായിരുന്നു. ആ കാലത്ത് അവിടെ ബ്രിട്ടൻ്റെ പൊളിറ്റിക്കൽ ഏജൻറ് ഉണ്ടായിരുന്നു. ബ്രിട്ടൻ്റെ പ്രതിനിധി അദ്ദേഹം ഏണസ്റ്റ് ബാൺസ് എന്ന് പറഞ്ഞ പൊളിറ്റിക്കൽ ഏജൻറ്റ് ആ കാലത്ത് അവിടെ ഒരു ആർക്കിയോളജി വിഭാഗം രൂപീകരിച്ചു. അതിൻ്റെ സൂപ്രണ്ട് KK ലെലെ ഉണ്ടാക്കിയ റിപ്പോർട്ടിലാണ് ഈ ക്ഷേത്രത്തിൻ്റെ പേര് ഭോജ്ശാല ക്ഷേത്രം എന്ന് പറഞ്ഞിരുന്നത്. അത് പറയാനുള്ള കാര്യം 11-ാം നൂറ്റാണ്ടിൽ ഈ ക്ഷേത്രം ഭോജരാജൻ നിർമ്മിച്ചു എന്ന വിശ്വാസം മുൻനിർത്തിയായിരുന്നു അങ്ങനെ ഭോജ്ശാല ക്ഷേത്രം എന്ന് പ്രയോഗിച്ചത്. ഭോജ് രാജക്ഷേത്രം എന്ന് പറഞ്ഞെങ്കിൽ കുറച്ചുകൂടി കൃത്യമാകുമായിരുന്നു. അത് ആ പേര് ശരിയല്ല എന്ന് 1908 ഗസറ്റിൽ പറഞ്ഞിരുന്നു. 1909 ഇത് സംരക്ഷിത സ്മാരകമായത്. 1934 പക്ഷേ ഈ
സ്മാരകത്തിൻ്റെ സംരക്ഷിത സ്മാരകത്തിൻ്റെ പുറത്ത് വെച്ച ബോർഡിൽ തന്നെ ഭോജശാല എന്ന് തന്നെയാണ് ബോർഡിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഇപ്പോഴും അത് ഭോജശാല എന്ന പേരിൽ അറിയപ്പെടുന്നത്. 1935 അവിടെ നമസ് പുനരാരംഭിച്ചു. 1944 ആദ്യ ഉറൂസ് അവിടെ നടന്നു. അപ്പോൾ ഈ ഉറൂസൊക്കെ നടക്കുന്നതൊക്കെ പഴയ സൂഫി വര്യന്മാരുടെയൊക്കെ ഈ കുഴിമാടം ഇരിക്കുന്ന സ്ഥലത്തൊക്കെ ഉയർന്നു വരുന്ന മന്ദിരങ്ങളിലാണ്. 1952 ASI ഇത് ഏറ്റെടുത്തു, ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. എന്നിട്ട് അത് സംരക്ഷിത സ്മാരകമായി കഴിഞ്ഞപ്പോൾ അതിൻ്റെ അകത്ത് ആരാധന അന്ന് നിരോധിച്ചു. 1998 പക്ഷേ മുസ്ലിങ്ങൾക്ക് വെള്ളിയാഴ്ചയും ഹിന്ദുക്കൾക്ക് വസന്ത പഞ്ചമിക്കും അവിടെ പ്രാർത്ഥിക്കാം എന്ന ഒരു രീതി വന്നു. 2003 വീണ്ടും എല്ലാ ചൊവ്വാഴ്ചയും ഹിന്ദുക്കൾക്ക് പ്രാർത്ഥിക്കാൻ അവസരം കിട്ടി, വസന്ത പഞ്ചമിക്ക് പുറമെ. 2002 മെയ്യിൽ ഹിന്ദുക്കൾ ഇത് ക്ഷേത്രമായി പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞ് കോടതിയെ സമീപിച്ചു. 1930കളിൽ അന്നത്തെ ഭരണാധികാരിയുടെ ആരോഗ്യത്തിന് വേണ്ടി ദിവാൻ, അന്നത്തെ ധാർ ദിവാൻ ഒരു ദിവസം ആ തർക്കമന്ദിരത്തിൽ നമസും ദുബയും നടത്താം, അന്നത്തെ രാജാവിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി എന്ന് ഒരു ഉത്തരവിട്ടിരുന്നത് പിന്നീട് മുസ്ലിങ്ങൾ എല്ലാ ദിവസവും എന്നുള്ള ശീലമാക്കുകയായിരുന്നു എന്ന് ഹിന്ദുക്കളുടെ ഹർജിയിൽ പറഞ്ഞിട്ടുണ്ട്. അലാവുദ്ദീൻ ഖിൽജിയുടെ കാലത്താണ് ഇത് തകർക്കപ്പെട്ടത് എന്നും പറഞ്ഞിട്ടുണ്ട്. ഇതിൽ വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത് 2 അംഗ ബെഞ്ചാണ് ഹൈക്കോടതിയിൽ. ജസ്റ്റിസ് SA ധർമാധികാരി, ദേവ് നാരായൺ മിശ്ര, 2 പേരാണ്. അവർ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ 2023 സെപ്റ്റംബർ 9, 10 ആ ദിവസങ്ങൾക്കിടയിലാണ് സരസ്വതി വിഗ്രഹം അവിടെ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് അതിനെ തുടർന്നാണ് തർക്കമൊക്കെ ഉണ്ടായിട്ടുള്ളത്. അതൊക്കെ പശ്ചാത്തലത്തിലുണ്ട്. അവർ പറഞ്ഞിരിക്കുന്നത് ഇതേ സംബന്ധിച്ചൊരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട്. ഇത് ക്ഷേത്രമാണോ പള്ളിയാണോ? ആ ആശയക്കുഴപ്പം ഡീമിസ്റ്റിഫൈ ചെയ്യണം എന്നാണ് ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് ആശയക്കുഴപ്പം നീക്കണം, ഇതിനെ ചുറ്റിപ്പറ്റി ഇപ്പോൾ നിലനിൽക്കുന്ന ദുരൂഹത നീക്കി എടുക്കണം. അത് നീക്കിയെടുക്കണം എന്ന് പറയുമ്പോൾ കോടതി ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. അതൊരു സ്മാരകമായിട്ട് മാത്രമല്ല സംരക്ഷിക്കപ്പെടേണ്ടത്, ആ സ്മാരകത്തിൻ്റെ അകത്തൊരു മൂർത്തി ഉണ്ടെങ്കിൽ ആ മൂർത്തിയും സംരക്ഷിക്കപ്പെടണം എന്ന് കോടതി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതായത് പ്രേക്ഷകർക്കൊക്കെ അറിയാവുന്നതുപോലെ ഏത് കോടതിയിലെയും വിഗ്രഹം അഥവാ മൂർത്തി, ആ മൂർത്തിക്ക് ഒരു നിയമപരമായ അവകാശമുണ്ട്. ആ മൂർത്തിക്ക് കോടതിയിൽ പോകാം. പക്ഷേ മൂർത്തിക്ക് പോയി കോടതിയിൽ സംസാരിക്കാനൊന്നും കഴിയാത്തത് കൊണ്ട് മൂർത്തിയെ ഒരു മൈനറായിട്ടാണ് കരുതിയിരിക്കുന്നത്. അതുകൊണ്ട് ഒരു രക്ഷാകർത്താവായിട്ടൊരു സംഘടനയോ അല്ലെങ്കിൽ അമ്പലത്തിൻ്റെ ഊരാൺമക്കാരനോ ഒക്കെയാണ് കോടതിയിൽ പോവുക. അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ അവിടെ ക്ഷേത്രമാണെങ്കിൽ അവിടെ ഒരു മൂർത്തിയുണ്ട്, അവിടുത്തെ മൂർത്തി സരസ്വതിയാണ്. അപ്പോൾ ആ മൂർത്തിക്ക് വേണ്ടിയാണ് ഹിന്ദു വിഭാഗം കോടതിയിൽ പോയിരിക്കുന്നത്. അങ്ങനെ ഒരു മൂർത്തി അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ആ മൂർത്തിയും സംരക്ഷിക്കപ്പെടേണ്ടതാണ്. അതുകൊണ്ടാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നടത്തണം എന്ന് കോടതി പറഞ്ഞിരിക്കുന്നത്. നടത്തണമെന്ന് മാത്രമല്ല, ഏപ്രിൽ 29 അടുത്ത കോടതിയുടെ സിറ്റിംഗ്. അതിന് മുമ്പായിട്ട് ഈ റിപ്പോർട്ട് സമർപ്പിക്കണം. സർവേ വീഡിയോ ചെയ്യണം, ചിത്രങ്ങൾ എടുക്കണം, ആധുനിക ഉപകരണങ്ങൾ ഉപയോഗിക്കണം, പിന്നെ ഗ്രൗണ്ട് പെനട്രേഷൻ റഡാറുകൾ ഉപയോഗിക്കണം, കാർബൺ ഡേറ്റിംഗ് നടത്തണം. ഇതൊക്കെ കോടതി പറഞ്ഞിട്ടുണ്ട്. അതായത് ശാസ്ത്രീയമായ ഒരു സർവേ ആണ് വേണ്ടത് എന്നുള്ളത്. ഹിന്ദു വിഭാഗത്തിന് ഇതൊരു ക്ഷേത്രമായി തെളിയിക്കപ്പെടുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അയോധ്യയിലും ക്ഷേത്ര തൂണുകൾ ധാരാളം ഉണ്ടായിരുന്നു. ഇതിൽ ക്ഷേത്ര തൂണുകൾ അടിയിലല്ല, മുകളിൽ തന്നെ ധാരാളം അകത്ത് നമുക്ക് കാണാവുന്ന ഒരു മന്ദിരമാണ്. ഇത് ഗ്യാൻവാപി, അയോധ്യയ്ക്ക് ശേഷം ജ്ഞാൻവാപി, അതിനുശേഷം സർവേ നടത്തുന്ന ഒരു സ്ഥലമായിട്ട് ഇത് വന്നിരിക്കുന്നു. ഇതിൻ്റെയൊക്കെ പരിണതി എങ്ങനെയായിരിക്കും എന്നൊക്കെയുള്ളത് നമുക്കൊക്കെ അത്യാവശ്യം ഊഹിക്കാൻ കഴിയുന്നതാണ്. ഇതിനോട് കൂട്ടിച്ചേർത്ത് പറയേണ്ട ഒരു കാര്യമാണ് ലക്നൗവിൽ ലക്ഷ്മണ ക്ഷേത്രം. അത് തകർക്കപ്പെട്ടതാണ് ഔറംഗസേബിൻ്റെ കാലത്ത്. എന്നിട്ട് ഇപ്പോൾ ഒരു മുസ്ലിം പള്ളിയായിട്ട് നിലനിൽക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് അവിടെയും
അവിടെ ശിവശേഷനാഗ ക്ഷേത്ര കമ്മിറ്റിക്കാർ കോടതിയിൽ പോയിട്ടുണ്ട്. അപ്പോൾ ആ പരാതി ഹർജി കേൾക്കരുതെന്ന് പറഞ്ഞിട്ട് മുസ്ലിം വിഭാഗം പോയിരുന്നു. കാരണം 1991 ക്ഷേത്ര ആരാധനാലയ സംരക്ഷണ നിയമത്തിനെതിരാണ് കേൾക്കരുതെന്ന് പറഞ്ഞ് മുസ്ലിം വിഭാഗം പോയിരുന്നു. ആ മുസ്ലിം ഹർജി തള്ളിയിട്ടുണ്ട്. അപ്പോൾ ആ ലക്നൗവിലെ ലക്ഷ്മണ ക്ഷേത്ര ഇപ്പോൾ പള്ളിയായിട്ട് നിൽക്കുന്ന ലക്ഷ്മണ ക്ഷേത്രത്തിൻ്റെ കേസും കേൾക്കാം എന്ന് ലക്നൗ കോടതി വിധിച്ചിട്ടുണ്ട്. ഇങ്ങനെ പല ഭാഗത്തും മഹാരാഷ്ട്രയിലെ ഒരെണ്ണം ഇതുപോലെ ദർഗയായിട്ട് നിലനിൽക്കുന്നുണ്ട് എന്ന് ഷിൻഡെ മുഖ്യമന്ത്രി പറയുന്നുണ്ട്. പാവഗഡ് ക്ഷേത്രത്തിലെ ഉണ്ടായിരുന്നൊരു ദർഗ മാറ്റി മോദിയുടെ കാലത്ത് സ്ഥാപിച്ചതായിട്ട് നമുക്കറിയാം. എന്തായാലും അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം ഇത്തരം ധാരാളം ഹർജികൾക്ക് ജീവൻ വയ്ക്കുന്നുണ്ട്. അപ്പോൾ മധുരയിലെ മറ്റേ കൃഷ്ണ ജന്മഭൂമിയുടെ കാര്യം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ മധുര ക്ഷേത്രവും വാബി ക്ഷേത്രവും കിട്ടിയാൽ ഹിന്ദുക്കൾ ഇത് നിർത്തുമോ എന്നൊക്കെ പല ആളുകളും ചോദിച്ചിരുന്നു. അങ്ങനെയല്ല, പല സ്ഥലങ്ങളിലും പ്രത്യേകിച്ച് സംരക്ഷിത സ്മാരകങ്ങളിലും ഒക്കെ ഈ ആവശ്യങ്ങൾ ഉയർന്നു വരുന്നതായിട്ടാണ് കാണുന്നത്. പൊതുവെ പതുങ്ങിക്കിടന്നിരുന്ന 500 കൊല്ലം പതുങ്ങിക്കിടന്നിരുന്ന സഹിഷ്ണുതയോടെ കടന്നിരുന്ന അത് അദ്വൈതത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് അങ്ങനെ സംഭവിച്ചത്. അങ്ങനെയുള്ള ഹിന്ദുക്കൾ ഉണർന്നിരിക്കുന്ന ഒരു കാലവുമാണ്. മാത്രവുമല്ല, ഇനിയുള്ളത് രാമൻ്റെ ശതാബ്ദമാണെന്ന് മോദി പറഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ വാഗ്ദേവിയുടെ ഒരു ക്ഷേത്രത്തിൻ്റെ കാര്യം മധ്യപ്രദേശിൽ ഉയർന്നു വന്നിരിക്കുന്നത്. ഇനി വരും ദിവസങ്ങളിൽ ഇതിനെന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് കാണാം. നമ്മൾ വാഗ്ദേവതയെ എപ്പോഴും പൂജിക്കുന്നവരാണ്. മറ്റു മതസ്ഥരും കേരളം പോലെ ഒരു സ്ഥലത്ത് വിദ്യാരംഭത്തിന് ആ ദേവിയെ പൂജിച്ച് വണങ്ങുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ക്ഷേത്രവും ഹിന്ദുക്കൾക്ക് തിരിച്ചു കിട്ടും എന്ന് നമുക്ക് കരുതാം. നമസ്കാരം.